എല്ലാവർക്കും AS ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെക്റ്റർ ഇൻ്റഗ്രേഷനാണ്. ഓക്കെ, വെക്റ്റർ ഇൻ്റഗ്രേഷൻ നമുക്ക് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിൻ്റെ കൂടെ വെക്റ്റർ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ആൻസറിൽ ഒരു IJ, K അല്ലെങ്കിൽ IJ എന്ന് പറയുന്ന ടേംസും കൂടെ കയറി വരും. വെക്റ്റർ അല്ലേ, അല്ലാതെ ഇൻ്റഗ്രേഷൻ നോർമലി നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ട് വെക്റ്റർ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് Iയുടെയോ IJ അല്ലെങ്കിൽ IJ Kയുടെ ടേംസിലായിരിക്കും കിട്ടുന്നത്. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് അഡീഷൻ ആണ്. സോ അഡീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻറ്റഗ്രൽ A to B R1 of t ആൻഡ് R2 of t dt. ഓക്കെ, അതായത് ഈ ഒരു ഇൻറ്റഗ്രേഷൻ രണ്ട് ടേംസാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അതായത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതായത് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഇപ്പോൾ എത്ര ടേംസ് ആയാലും അതിനെന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഞാൻ സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റഗ്രൽ A to B ഫസ്റ്റ് ടേം ഏതാണ്, R1 of t dt പ്ലസ് സെൻട്രൽ സൈൻ ഇവിടെ അഡീഷൻ ആയതുകൊണ്ട് പ്ലസ് ആണ്. ഓക്കെ, സെക്കൻഡ് ടൈമിന് വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അതേ ലിമിറ്റ്, ഫസ്റ്റിൻ്റെ അതേ ലിമിറ്റ് തന്നെയാണ് നമ്മൾ സെക്കൻഡ് ടൈമിന് കൊടുക്കുന്നത്. സോ ഇൻറ്റഗ്രൽ A to B R2 of t dt. ഓക്കെ, വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. അതായത് വേറെ ഒന്നൊരു അഡീഷൻ വരുമ്പോൾ, അഡീഷൻ നമുക്ക് എത്ര ടൈംസ് വേണമെങ്കിലും ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഓരോ ടൈമിനെയും. ഓക്കെ, അതുപോലെ ഇവിടെ നെഗറ്റീവ്, അതായത് സബ്ട്രാക്ഷൻ വരികയാണെങ്കിൽ ഓക്കെ, പ്ലസിൻ്റെ സ്ഥാനത്ത് ഇവിടെ മൈനസ് നെഗറ്റീവ് വന്നു. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേഷൻ ചെയ്ത ശേഷം മൈനസ് ചെയ്യുക. ഓക്കെ ആണല്ലോ, അതാണ് തേർഡ് റൂൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വരികയാണെങ്കിൽ ഔട്ട് സൈഡ് എടുക്കുക. സെക്കൻഡ് റൂൾ അഡീഷൻ്റെ ആണ്. അഡീഷൻ വരികയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത ശേഷം ആഡ് ചെയ്യുക. അടുത്ത സബ്ട്രാക്ഷൻ വരുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടൈമിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ സബ്ട്രാക്ട് ചെയ്യുക. നമുക്ക് വെക്റ്റർ ഇൻ്റഗ്രേഷൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവാലുവേറ്റ് ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ 0 to 2t i plus 3t square j dt. ഓക്കെ, ഇത് വെക്റ്റർ ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് വെക്റ്ററിൻ്റെ ടൈംസിലായിരിക്കും ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ഡെഫിനിറ്റും വരാം, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും വരാം. ഡെഫിനിറ്റ് ആണെങ്കിൽ ലിമിറ്റ് പറഞ്ഞിരിക്കും, ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ ലിമിറ്റ് ഉണ്ടാകത്തില്ല. നിങ്ങൾ ജസ്റ്റ് നോർമലി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, ലിമിറ്റ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട. ഇൻഡെഫിനിറ്റിൻ്റെ കേസിൽ, ഡെഫിനിറ്റിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ലിമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ ചെയ്ത ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ക്ലിയർ ആയോ? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ ചെയ്ത ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റ് അതുപോലെ എടുത്ത് എഴുതി. ഇൻ്റഗ്രൽ 0 to 2t i plus 3t square j dt is equal to, ഇവിടെ നമുക്ക് അഡീഷൻ ആണെന്ന് മനസ്സിലായി. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അഡീഷൻ ആകുമ്പോൾ സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം ഏതാണ്, ഇൻ്റഗ്രൽ ലിമിറ്റ് കൊടുക്കുക 0 to 2. ഫസ്റ്റ് ടൈം നമ്മുടെ ഏതാണ്, 2t i ആണ്. സോ 2t i ഏതിനാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, tക്കാണ്. സോ dt. സെൻട്രൽ സൈൻ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് കൊടുത്തു. സെക്കൻഡ് ടൈം അതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രൽ സിമ്പിൾ കൊടുക്കുക. ഇൻ്റഗ്രൽ 0 to 2 3t square dt j. ഓക്കെ, സെക്കൻഡ് ടൈം അതുപോലെ എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഫസ്റ്റ് ടൈം നോക്കുക. ഫസ്റ്റ് ടൈം നമുക്ക് tക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്തത്. പക്ഷേ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് അല്ലേ. കോൺസ്റ്റൻ്റ് ഏതാണ്, ഒരു നമ്പറാണ് അല്ലേ. ആ നമ്പർ ഏതാണ്, 2 ആണ്. സോ 2ന് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. കാരണം കോൺസ്റ്റൻ്റ് ഒന്നും ഇൻ്റഗ്രേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് 2ന് ഔട്ട് സൈഡ് എടുക്കാം. അതുകൊണ്ട് 2ന് ഔട്ട് സൈഡ് എടുത്തു. ബാക്കിയൊക്കെ ഇൻ്റഗ്രേഷൻ്റെ അകത്ത് അതുപോലെ തന്നെ എഴുതുക. നോക്കിക്കേ, ഫസ്റ്റ് എഴുതിയിരിക്കുന്ന അതേപോലെ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ 2ന് മാത്രം ഇൻ്റഗ്രേഷൻ്റെ ഔട്ട് സൈഡ് എടുക്കുക. ഓക്കെ, 2ന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ബാക്കി എന്തുണ്ട് ഇൻ്റഗ്രേഷൻ്റെ അകത്ത്, t dt i. ഓക്കെ, അതിന് ഞാൻ ലാസ്റ്റ് എഴുതി. പ്ലസ് സെക്കൻഡ് ടൈമിലോട്ട് കയറുമ്പോൾ അവിടെ ഇതുപോലെ തന്നെയാണ്, ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. കോൺസ്റ്റൻ്റ് ഏതാണ്, 3 ആണ്. സോ 3ന് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് സൈഡ് എടുക്കാം. ബാക്കിയുള്ള ടൈംസിനൊക്കെ ഇൻ്റഗ്രേഷൻ്റെ അകത്ത് അതുപോലെ എഴുതുക. സോ t square dt j. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ജസ്റ്റ് നോർമലി നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, 2 അതുപോലെ എഴുതി. ഫസ്റ്റ് t ആണല്ലോ, tയുടെ ഇൻ്റഗ്രേഷൻ എന്താണ്, tയുടെ ഇൻ്റഗ്രേഷൻ വരുമ്പോഴത്തേക്ക് t⁻1 അല്ലേ. അപ്പം ഇങ്ങനെ ഈ ഒരു ഫോർമുല വരികയാണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ x⁻n dxൻ്റെ ഫോർമുലയാണ്. അതായത് എന്താണ്, x⁻n+1 ഡിവൈഡ് ബൈ n+1 അല്ലേ. ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ tയുടെ ഇൻ്റഗ്രേഷൻ എന്താണ്, t²/2 ആണ്. ഓക്കെ, നിങ്ങൾ ആ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. tയുടെ ഇൻ്റഗ്രേഷൻ t²/2 ആയിരിക്കും. ഇനി t² വരികയാണെങ്കിൽ t³/3 ആയിരിക്കും. t⁻4 വരികയാണെങ്കിൽ t⁻5/5 ആയിരിക്കും. ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ t ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, t²/2 എന്ന് എഴുതി. ഓക്കെ, ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്തു.
ചെയ്ത ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യണം. കാരണം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. സോ ലിമിറ്റ് ബ്രാക്കറ്റിൻ്റെ പുറത്ത് കൊടുക്കുക 0 to 2. പിന്നെ എന്തുണ്ട്, ഐ ഉണ്ട്. ഐ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക, കാരണം ഇതെന്താണ്, വെക്റ്റർ ഇൻ്റഗ്രേഷൻ ആണ്. പ്ലസ് 3 അതുപോലെ എഴുതി. അടുത്ത ഏതാണ് വരുന്നത്, ടി സ്ക്വയർ ആണ്. ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്, t³/3 ആണ് അല്ലേ. അതുപോലെ എഴുതി ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഈ ലിമിറ്റ് അതുപോലെ കൊടുക്കുക 0 to 2. ദെൻ വെക്റ്റർ ജെ. നമ്മൾ നോക്കിയപ്പോൾ ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ലിമിറ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ഏതാണ്, അപ്പർ ലിമിറ്റ് 2 ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. സോ 2 ഫസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ടീയുടെ സ്ഥാനം നമ്മൾ ടീക്കാണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ടീയുടെ പ്ലേസിൽ 2 അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ 2 ഫസ്റ്റ് നമുക്ക് കോൺസ്റ്റൻറ്റ് പുറത്തുണ്ടായിരുന്നു, ആ കോൺസ്റ്റൻറ്റ് അതുപോലെ എഴുതി. ഓക്കെ, അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ടീയുടെ സ്ഥാനത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ടി സ്ക്വയർ ആയിരുന്നു അല്ലേ. അപ്പോൾ എന്ത് വരും, ടീയുടെ പ്ലേസിൽ 2 കൊടുക്കുമ്പോൾ 2² മൈനസ് ലോവർ ലിമിറ്റ് 0 അല്ലേ, 0 കൊടുത്തു കഴിഞ്ഞാൽ 0 തന്നെയല്ലേ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ -0 ഐ എഴുതി അതുപോലെ. പ്ലസ് ഇനി അടുത്ത ടേമിലേക്ക് നോക്കാം. അടുത്ത ടേം എന്താണ് വന്നിരിക്കുന്നത്, 3 ഔട്ട് സൈഡ് അതുപോലെ എഴുതുക. ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത് ഏതാണ്, 2 തന്നെയാണ്. സോ ടീയുടെ പ്ലേസിൽ 2 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 2³/3 എന്ന് വരും അല്ലേ. ടീയുടെ പ്ലേസിൽ 2 കൊടുക്കുക, അപ്പർ ലിമിറ്റ് കൊടുക്കുക. സോ 2³/3 എന്ന് വരും. മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്, 0 കൊടുത്താൽ 0 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, 2³/3 -0. പുറത്തൊരു വെക്റ്റർ ഉണ്ടായിരുന്നു ജെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇതിനെ സോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, 2നെ ഞാൻ ഔട്ട് സൈഡ് പുറത്ത് അതുപോലെ തന്നെയാണ് എഴുതുന്നത്. അടുത്ത് 2² എന്താണ്, 4/2. ഇനി 0 എഴുതേണ്ട ആവശ്യമില്ല. ഐ അതുപോലെ എഴുതി, പ്ലസ് 3 അതുപോലെ എഴുതി. ഇനി എന്താണ് ചെയ്യുന്നത്, 2³ എടുക്കുക. 2³ എന്താണ്, 8 ആണ്, 8/3. ഓക്കെ, ഡിനോമിനേറ്റർ 3 ആയതുകൊണ്ട് 3 എന്ന് കൊടുത്തു. ഇനി വെക്റ്റർ ജെ അതുപോലെ എഴുതി. ഓക്കെ, ഇനി നോക്കിയോ, ഈ ഒരു ഇതിൽ ഫസ്റ്റ് ടൈമിൽ നമുക്ക് 2 ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിലുണ്ട് സെയിം അല്ലേ. സെയിം ടൈം ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, 4i. പ്ലസ് ഇവിടെ 3 നമുക്ക് എന്ത് ചെയ്യാം, സെയിം ടൈം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത ശേഷം ബാക്കി എന്താണുള്ളത്, 8j. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. എന്താണ് കിട്ടിയത്, 4i + 8j. ക്വസ്റ്റ്യൻ നോക്കാം, ഇതുപോലെ തന്നെയാണ്. ഇവാലുവേറ്റ് ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ 0 to 2 ti + 4t³ dt ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ അതുപോലെ എഴുതുകയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അഡീഷൻ ആണ്. സോ ഞാൻ സെപ്പറേറ്റ് എന്ത് ചെയ്യുകയാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ 2 ടേം ഉള്ളത് കൊണ്ട് 2 ടേമിനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ശേഷം ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ടൈം ഏതാണ്, ഇവിടെ ti ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ഇൻ്റഗ്രൽ 0 to 2 t dt i പ്ലസ് അടുത്ത സെക്കൻഡ് ടൈം ഏതാണ്, 4t³ ആണ്. സോ 4t³ dt. ഓക്കെ, ഇൻ്റഗ്രൽ അവിടെയും കൊടുക്കുക 0 to 2. അതായത് വേറെ ഒന്നുമില്ല, അതായത് ഈ ടൈം നോക്കുമ്പോഴത്തേക്കും അഡീഷൻ വരുന്നത് കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഓരോ ടൈമിനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു, നമ്മൾ തൊട്ടുമുമ്പ് ചെയ്തതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2 പേർക്ക് ഇൻ്റഗ്രേഷൻ ലിമിറ്റും അതേപോലെ തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി നോക്കിയോ, ഫസ്റ്റ് ടൈം ഞാൻ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. പ്ലസ് ഇവിടെ സെക്കൻഡ് ടൈമിലേക്ക് നോക്കുമ്പോൾ 4 എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്. സോ കോൺസ്റ്റൻ്റ് ഇൻ്റഗ്രേഷൻ ഇല്ലാത്ത കൊണ്ട് നമുക്ക് അതിനെ ഔട്ട് സൈഡ് എടുക്കാം. ഞാൻ ഇൻ്റഗ്രേഷൻ്റെ പുറത്തെടുക്കുകയാണ്, ബാക്കിയൊക്കെ അതുപോലെ തന്നെ എഴുതുകയാണ്. 4 പുറത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, t³ dt. ഓക്കെ, ലിമിറ്റൊക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുകയാണ് 0 to 2. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അടുത്ത സ്റ്റെപ്പിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അടുത്ത സ്റ്റെപ്പിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ടി അല്ലേ, ടീയുടെ ഇൻ്റഗ്രേഷൻ എന്താണ്, നമ്മൾ തൊട്ടുമുമ്പ് നോക്കി. ടീയുടെ ഇൻ്റഗ്രേഷൻ എന്താണ്, t²/2. ഓക്കെ, ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ ലിമിറ്റ് പുറത്ത് കൊടുക്കുക 0 to 2. ഇവിടെ ഐ ഉണ്ട്, വെക്റ്റർ ആയതുകൊണ്ട് അത് നിങ്ങൾ എല്ലാ ആൻസറിൻ്റെ കൂടി ijക്ക് അല്ലെങ്കിൽ ij, ഇവിടെ ij മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ij അതുപോലെ തന്നെ എഴുതി പോവുക. ഇനി k ഉണ്ടെങ്കിലും k അതുപോലെ എഴുതി പോവുക. ഓക്കെ, k ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ 3 ടൈംസ് വരും. പ്ലസ് അതുപോലെ എഴുതി, 4 അതുപോലെ എഴുതി. അടുത്ത് t³ ഇൻ്റഗ്രേഷൻ എന്താണ്, t⁴ /4 ആണ്. ഓക്കെ, ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ലിമിറ്റ് കൊടുക്കുക 0 to 2j. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം എന്താണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എങ്ങനെയാണ്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഫസ്റ്റ് ടൈമിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ ടിയുടെ സ്ഥാനത്ത് 2 കൊടുക്കുക, 2² /2.
ഓക്കെ, മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 0² 2 എന്താണ് 0 തന്നെയാണ്. സോ 0 കൊടുത്തു. ഐ അതുപോലെ എഴുതി. 4 ഔട്ട് സൈഡുള്ള ടൈം അതുപോലെ തന്നെ എഴുതുകയാണ്. ഇനി ഇവിടെ സെക്കൻഡ് ടൈമിന് ലിമിറ്റ് കൊടുത്തു. ഫസ്റ്റ് 2 കൊടുക്കുക. ടിയുടെ പ്ലേസിൽ 2 കൊടുക്കുമ്പോൾ 2⁴ ഡിവൈഡ് ബൈ 4 മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 0 തന്നെയാണ് കിട്ടുന്നത്. ജെ അതുപോലെ എഴുതുക. നിങ്ങൾ ഇനി ഐ ജെ എഴുതാതെ പോവുകയാണെങ്കിൽ ലാസ്റ്റ് എന്ത് വരും? നമ്മൾ ജസ്റ്റ് നമ്പർ മാത്രമാണ് കിട്ടുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വെറും ഇൻ്റഗ്രേഷൻ ആയിപ്പോൾ വെക്റ്റർ ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ഐ ജെ അതുപോലെ തന്നെ എഴുതുക. ജസ്റ്റ് സോൾവ് ചെയ്യുക. 2² എന്താണ് 4 ഡിവൈഡ് ബൈ 2 ഐ അതുപോലെ എഴുതി. പ്ലസ് 4 ഇവിടെ നോക്കുമ്പോൾ അടുത്ത ടൈമിൽ 4 ഉണ്ട്. സോ ക്യാൻസൽ ചെയ്തു. 2⁴ എന്താണ് 16j. 4/2 എന്താണ് 2i പ്ലസ് 16j അതുപോലെ എഴുതി. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, 2i പ്ലസ് 16j. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ 0 to 1 3ti പ്ലസ് 4t³ dt ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.